Hello guys, welcome to Magic Grammar class. I'm Vandana, studying in 8th standard, KPC High Secondary School, Pattanur. പേടിക്കണ്ടാട്ടോ, ക്ലാസ് എടുക്കുന്നത് ഞാനൊന്നല്ല, നിങ്ങളുടെ കൂടെ സംശയം ചോദിച്ച് ഞാനും ഉണ്ടാവും കൂടെ. Hello friends, I'm Ramayana, English teacher, and you are all welcome to the first episode of Magic Module English Grammar Lessons. Let us learn and enjoy English. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നമുക്കറിയാം 2 സെറ്റ് ലെറ്റേഴ്സ് ഉണ്ട്, വലിയ അക്ഷരവും ചെറിയ അക്ഷരവും. അങ്ങനെയാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ അതിന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് വലുതിന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന്, മറ്റതിന് സ്മോൾ ലെറ്റേഴ്സ് എന്നാണ് പറയാറ്. ശരിക്കും ഒഫീഷ്യലായിട്ടുള്ള പ്രയോഗം അങ്ങനെയൊന്നുമല്ല. കുറച്ച് കടുപ്പമുള്ളൊരു സാധനമാണത്. മെജുസ്കൂൾ, മിനുസ്കൂൾ, അങ്ങനെയൊക്കെയാണ്. മെജുസ്കൂൾ, മിനുസ്കൂൾ അല്ലേ? കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്ന കുട്ടിയൊക്കെ മറ്റു ഒരു പേരുണ്ടല്ലോ, എന്താ അത്? അപ്പർ കേസ്, ലോവർ കേസ് അല്ലേ? അപ്പർ കേസ്, ലോവർ കേസ്. ഇതിനകത്ത് ഈ ക്യാപിറ്റൽ എന്നൊരു വേർഡ് അല്ലേ? ക്യാപിറ്റൽ, ഈ ലെറ്റേഴ്സാണ് ആദ്യം ഉണ്ടായിരുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. അതാണ് ഫോമലായിട്ടുള്ള ലെറ്റേഴ്സാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. മറ്റേത് ഇൻഫോമലാണ് കേട്ടോ. വളരെ ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നതെല്ലാം ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. ഓക്കെ, ഈ ക്യാപിറ്റൽ എന്നുള്ളത് ഇംഗ്ലീഷിലെ വളരെ രസമുള്ളൊരു വാക്കാണ്. ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് നമ്മളിപ്പോൾ ഈ പഠിച്ച അർത്ഥമാണ്. എന്താണ്? ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, വലിയ അക്ഷരങ്ങൾക്ക് പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നതാണ്. പക്ഷേ അതുകൂടാതെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ സമ്പത്ത് അല്ലേ? ഡാസ് ക്യാപിറ്റൽ എന്ന പ്രസിദ്ധമായ പുസ്തകത്തെ പറ്റി കേട്ടില്ലേ? അതെ. അപ്പോൾ അത് നിക്ഷേപം, മൂലധനം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ക്യാപിറ്റൽ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതായത് ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത്. എന്താണ് അപ്പോൾ ശിക്ഷ? അത് നിയമം ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? അതെ, വധശിക്ഷയാണ് അല്ലേ? അപ്പോൾ അതിനാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് പറഞ്ഞാൽ വധശിക്ഷയാണ് അല്ലേ? ഇനി അടുത്തത് ക്യാപിറ്റൽ സിറ്റി, അങ്ങനെ പ്രയോഗമില്ലേ? ഏതെങ്കിലും നഗരത്തിൻ്റെ, സ്ഥലത്തിൻ്റെയൊക്കെ തലസ്ഥാനം, രാജ്യത്തിൻ്റെ ഒക്കെ ക്യാപിറ്റൽ സിറ്റി അല്ലേ? അങ്ങനെ പ്രയോഗമുണ്ട്. ഇനി മറ്റൊന്നും കൂടി ഉണ്ട്, നല്ല രസകരമായ വേറെ അർത്ഥമുണ്ട്. നമ്മൾ നല്ല ഒരു ഉഗ്രൻ സ്റ്റേജ് പെർഫോമൻസ് കണ്ടു, നമുക്കത് ഇഷ്ടപ്പെട്ടു. വോ എന്നൊക്കെ പറയില്ല നമ്മൾ? അങ്ങനെ ദാറ്റ് വാസ് വണ്ടർഫുൾ. ക്യാപിറ്റൽ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതെ, അതൊരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്നാണ്. 4 അർത്ഥങ്ങൾ നമ്മളിപ്പം പറഞ്ഞു. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന അർത്ഥത്തിലുള്ളത്, ക്യാപിറ്റൽ സിറ്റി എന്ന അർത്ഥത്തിൽ, വെൽ ഡൺ എന്ന അർത്ഥത്തിൽ ക്യാപിറ്റൽ. അടുത്തത് മൂലധനം അല്ലേ? ഡിപ്പോസിറ്റ് എന്ന വിധത്തിൽ എന്ന അർത്ഥത്തിൽ നമ്മൾ ക്യാപിറ്റൽ പറഞ്ഞു. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ പറ്റി മാത്രമാണ്. ഓക്കെ, ഒരു നല്ല ചിത്രം കണ്ടിട്ട് ദാറ്റ്സ് വണ്ടർഫുൾ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിയാണോ? ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെയും സ്മോൾ ലെറ്റേഴ്സിൻ്റെയും തികച്ചും ഒഫീഷ്യലായിട്ടുള്ള ഒരു പേര് ഞാൻ പറഞ്ഞത് മെജുസ്കൂൾ എന്നും മിനുസ്കൂൾ എന്നുമാണ് അല്ലേ? ഇത് പഠിച്ചോളണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് കുറച്ച് ടഫായിട്ടുള്ള 2 പേരുകളുമാണ്. നിങ്ങളിപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ എന്ന് പഠിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? എഴുതുമ്പോൾ നമുക്കറിയാം, എഴുതുമ്പോൾ ഇതിൽ പല അക്ഷരങ്ങളും ഒരുപോലെയാണ്. ഉദാഹരണത്തിന് സി വ്യത്യാസമൊന്നുമില്ല, ഒ വ്യത്യാസമൊന്നുമില്ല, എസ്, ഇസഡ്, അങ്ങനെ. പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. എഫ്, ടി മുതലായ അക്ഷരങ്ങൾക്കൊക്കെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. വൈ, അതൊക്കെ നേർത്ത വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് എഴുതുമ്പോഴുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എപ്പോഴും 2 വരകൾക്ക് നടുക്ക് ഒരേ ഉയരത്തിൽ നിൽക്കുന്നു. എ മുതൽ ഇസഡ് വരെ എഴുതിയാൽ മുകളിൽ താഴെ ഓരോ വര വരച്ചാൽ മതി. ഈ 2 വരയിലാണ് നിൽക്കുക. പക്ഷേ മിനുസ്കൂൾസ് എന്ന് പറയുന്ന ഈ ചെറിയ അക്ഷരങ്ങൾ 4 വരിയിലായിട്ടാണ് നിൽക്കുക. അപ്പോൾ എന്താണ്? എ എന്ന് എഴുതുമ്പം നടുക്കത്തെ 2 വരിയിലാണ് ഉണ്ടാവുക. ബിക്ക് അതിൻ്റെ ഇരട്ടി നീളമുണ്ട് മുകളിലോട്ട് അല്ലേ? സി വീണ്ടും നടുക്കത്തെ 2 വരിയിൽ തന്നെ നിൽക്കുന്നു. ഡിക്ക് സിയേക്കാൾ ഇരട്ടി ഉയരമുണ്ട് അല്ലേ?
ആ ഈ എഫ് ഒക്കെ അങ്ങനെ മുകളിലോട്ട് ഉയരം കൂടുതലുള്ളതാണ്. ജി ആകുമ്പോഴേക്ക് അത് താഴേക്ക് വന്നു. അപ്പോൾ നടുക്കത്തെ രണ്ട് വരിയിൽ നിന്നും ഒരു വരിയുടെ ഉയരം മുകളിലേക്കും ഒരു വരിയുടെ ഉയരം താഴേക്കും പോകാൻ സാധ്യതയുണ്ട്. ആര്? ചെറിയ അക്ഷരക്കാർ എന്ന് പറയുന്ന ഈ മിനുസ്ക്യൂൾസ്. ഓക്കെ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ചോദിക്കൂ കുഞ്ഞി. എന്തിനാണ് ഈ 2 തരം ലെറ്റേഴ്സ്? 2 തരം ലെറ്റേഴ്സ് എന്തിനാണ് എന്ന ചോദ്യത്തിന് ശരിക്ക് ഉത്തരവൊന്നുമില്ല. അങ്ങനെ ഉണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റും. അപ്പോൾ മലയാളത്തിലൊന്നും അങ്ങനെയില്ല, തമിഴിനില്ല, കന്നഡക്കില്ല, ഹിന്ദിക്കില്ല, അല്ലേ? നമുക്ക് പരിചയമുള്ള മറ്റ് ഭാഷകളിലൊന്നും അങ്ങനെ 2 സെറ്റ് അക്ഷരങ്ങളില്ല. പക്ഷേ ഇത് ചിലയിടത്തൊക്കെ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ചില നിയമങ്ങളുണ്ട്. എവിടേക്കാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കേണ്ടത്, എവിടേക്കാണ് നമ്മൾ ഈ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല ഉറച്ച നിയമമുണ്ട്. അപ്പോൾ കുഞ്ഞി, നമ്മളെപ്പോഴാണ് ഈ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നത്? നിൻ്റെ ഒരു അനുഭവം പറ. ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അതെ, അത് നമുക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു നിയമം അതാണ്. സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഉള്ള വേർഡ് എന്തോ ആവട്ടെ, അതിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം എന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു നിയമം. അത് വളരെ ശരിയാണ് കേട്ടോ, വളരെ ശരിയാണ്. രണ്ടാമതായിട്ട് ഈ ഐ എന്നെഴുതുമ്പോഴാണ്, ഞാൻ എന്ന അർത്ഥത്തിലുള്ള ഐ എഴുതുമ്പോൾ, ഞാൻ എന്നുള്ള ഐ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സെൻറ്റൻസിൻ്റെ ആദ്യമായാലും നടുക്കായാലും അവസാനമായാലും എവിടെയായാലും ഈ ഐ, ഞാൻ എന്നുള്ള ഐ എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററാണ്. സ്മോൾ ലെറ്റർ എഴുതാറില്ല, ഐ ക്യാപിറ്റൽ ലെറ്ററാണ്. അപ്പോൾ പറഞ്ഞത് 2 സിറ്റുവേഷനാണ് പറഞ്ഞത്. ഒന്ന് സെൻറ്റൻസിൻ്റെ ആദ്യമാണെങ്കിൽ, രണ്ടാമത് ഫേസ്റ്റ് പേഴ്സൺ ഐ എന്ന് എഴുതേണ്ടി വരുമ്പോഴാണ്. മൂന്നാമത്തത് പ്രോപ്പർ നൗൺസ് എഴുതേണ്ടി വരുമ്പോഴാണ്. എന്ത്? പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺസ് ഒന്നുകൂടി പറഞ്ഞേ. പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺസ് അല്ലേ? പ്രോപ്പർ നൗൺസ് ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ്. പ്രോപ്പർ നൗൺ എന്നുള്ളതിനകത്ത് 2 വാക്കുകളാണ് ഉള്ളത്, നമുക്കറിയാം. ഒന്ന് പ്രോപ്പർ എന്നാണ്, മറ്റത് നൗൺ എന്നാണ്, അല്ലേ? നമുക്കിതിനകത്ത് ചെറിയ വാക്കെടുക്കാം. ആദ്യം നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ നെയിം എന്നർത്ഥം. നെയിം, പേരാണ്. നൗൺ എന്ന് പറഞ്ഞാൽ പേരാണ്. എന്തിൻ്റെ പേരാണ്? എന്തിൻ്റെയും പേരാണ് നൗൺ. ഓക്കെ, എന്തിൻ്റെയും പേരാണ് നൗൺ. പ്രോപ്പർ എന്നുള്ള വാക്ക് വരുന്നത് പേർട്ടിക്കുലർ, യുനീക്ക് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. പേർട്ടിക്കുലർ, യുനീക്ക് വിശദമാക്കി തരാം, അപ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇല്ലേ ഈ പെർട്ടിക്കുലർ യൂണിക് നൗൺസ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അതായത് പെർട്ടിക്കുലർ നെയിംസ് ഗിവൺ ടു എ പെർട്ടിക്കുലർ പേഴ്സൺ, തിങ് ഓർ പ്ലേസ് എന്നാണ്. ഒരാളുടെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ അതിന് മാത്രമായിട്ടുള്ളൊരു പേര്, അതാണ് അതിന് മാത്രമായിട്ടുള്ള പേര്. അതാണ് യുണീക്ക് എന്ന് പറയുന്നത്. അത് അതിന് മാത്രമുള്ളതാണ്, അത് മറ്റൊന്നിനുള്ളതല്ല. യുണീക്കായിട്ടുള്ള പേരാണ്, അത് അതിന് മാത്രമേ ആ പേരുള്ളൂ. അതുകൊണ്ടാണ്, രണ്ടാമതൊന്നിനില്ല. ഞാനിപ്പോൾ ഒരാളുടെ പേര് പറയാം. അപ്പോൾ എന്താണത്? എബ്രഹാം ലിങ്കൺ ആണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം പേരാണ്, എബ്രഹാം ലിങ്കൻ്റെ മാത്രം പേരാണ്, അല്ലേ? അപ്പോൾ അതൊരു പ്രോപ്പർ നൗണാണ്. ആളുകളുടെ പേരെല്ലാം പ്രോപ്പർ നൗണാണ്. ആളുകളുടെ പേര് നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് പറയാം, അല്ലേ? നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും പേര് പ്രോപ്പർ നൗണിൽ പെടും. അപ്പോൾ നെയിംസ് ഓഫ് പേഴ്സൺസ് പ്രോപ്പർ നൗണാണ്, നെയിംസ് ഓഫ് പേഴ്സൺസ്. ഓക്കെ, രണ്ടാമത് നോക്കൂ, നെയിംസ് ഓഫ് കൺട്രീസ് ആണ്. നെയിംസ് ഓഫ് കൺട്രീസ് ഒരു എക്സാമ്പിൾ പറയാം വേഗം പെട്ടെന്ന്. ഇന്ത്യ. ഇന്ത്യ, ചൈന, റഷ്യ, ഓക്കെ, ജപ്പാൻ, ഓക്കെ, എറ്റ്സെട്ര. അപ്പോൾ അത് നോക്കൂ, അത് ആ രാജ്യങ്ങളുടെ മാത്രം പേരാണ്, അവരുടെ യുണീക്കായിട്ടുള്ള പേരാണ്, അല്ലേ? ആ രാജ്യങ്ങൾക്ക് മാത്രമുള്ള പേരാണത്, യുണീക്കായിട്ടുള്ള പേരാണ്. അത് ആ പേര് അവർക്ക് പെർട്ടിക്കുലറായിട്ട് നൽകപ്പെട്ട പേരാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കൂ, നെയിംസ് ഓഫ് മന്ത്സ് ആൻഡ് ഡേയ്സ്. മന്ത്, ഓക്കെ, ഡേയ്സ്, ഓക്കെ, മന്ത്സ് ആൻഡ് ഡേയ്സ് ഏതൊക്കെയാ പറഞ്ഞേ? മന്ത്സ് പറഞ്ഞോ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. യെസ്, ആൻഡ് ദെൻ ഡേയ്സ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പോൾ ഇതൊക്കെ ഈ നെയിംസ് ഓഫ് മന്ത്സ് ആൻഡ് ഡേയ്സ് ഒക്കെ പ്രോപ്പർ നൗൺ ആണ്.
അടുത്ത നെയിംസ് ഓഫ് റിവേഴ്സ്, നദികളുടെ പേര് അല്ലേ. റിവേഴ്സ്, ഓരോ നദിക്കും സ്വന്തമായിട്ട് പേരുണ്ട്. അതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പേരാണ്, അതൊരു യുണീക്ക് ആയിട്ടുള്ള പേരാണ്, വേറെ ആർക്കും ഇല്ല പേര് അല്ലേ. ഒന്ന് രണ്ട് നദികളുടെ പേര് പറഞ്ഞോളൂ. പരിയാർ, നെയിൽ, ഗംഗ. So proper nouns include the names of the following. Let me read them. Okay, names of countries, names of persons, names of months, names of rivers, names of cities, names of continents, names of days, names of oceans, names of mountains, names of books, names of newspapers, names of buildings, names of streets, names of roads, names of languages, names of monuments, names of planets, names of festivals, and names of characters. അപ്പോൾ എന്താണ് ഈ ആൽഫബറ്റ്സും ലെറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം? അത് മിക്കവാറും പലരും തെറ്റിക്കാറുള്ള ഒരു സാധനമാണ്. ആൽഫബറ്റ്, ലെറ്റേഴ്സ് എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്. എ ഈസ് എ ലെറ്റർ, ബി ഈസ് എ ലെറ്റർ, സി ഈസ് എ ലെറ്റർ, ഡി ഈസ് എ ലെറ്റർ അല്ലേ. ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്താൽ അതെല്ലാം ലെറ്റേഴ്സാണ്, അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളെല്ലാം ചേർന്നിട്ട് ഒരു ഭാഷയുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെ, ആ സഞ്ചയത്തെയാണ് മൊത്തം ചേർത്താണ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. ആൽഫബറ്റ് എന്ന് പറയുന്നപ്പോഴാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ആൽഫബറ്റ് എത്രയുണ്ട്? 26. ശരിയല്ല. ലെറ്റേഴ്സ് എത്രയുണ്ട്? 26. ലെറ്റേഴ്സ് 26 ഉണ്ട്. ആൽഫബറ്റ് എത്രയേ ഉള്ളൂ? 1. ആൽഫബറ്റ് ഒന്നേ ഉള്ളൂ. ഓക്കെ. ഈ ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ സമ്മറി നമുക്കിങ്ങനെ പറഞ്ഞു തീർക്കാം. എന്താണത്? നമ്മളിന്ന് പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്ന ഒരു ഗ്രാമർ ആയിട്ടാണ് പറഞ്ഞത്. നൗൺസ് എന്നാൽ പേരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നൗൺ ഈസ് ഈക്വൽ ടു നെയിം അല്ലേ. അപ്പോൾ പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള, ഏതെങ്കിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരാണ് പ്രോപ്പർ നൗൺസ്. ആ ലിസ്റ്റിൽ 10-20 ഹെഡിങ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവയിൽ പെടുന്ന ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ആളുകളുടെ പേരുകളാണ് അല്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞു? സ്ഥലത്തിൻ്റെ പേരുകൾ പറഞ്ഞോളൂ. ഓഷ്യൻസിൻ്റെ പേര്. ഓക്കെ, വരും. ഓഷ്യൻസിൻ്റെ പേരാണ് അല്ലെ. കോണ്ടിനെൻറ്റ് അല്ലെ, വൻകരകളുടെ പേര്. അങ്ങനെ നമ്മൾ 18 ഐറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 18-19 ഇനങ്ങളുടെ പേരുകൾ എല്ലാം പ്രോപ്പർ നൗൺസാണ്. അപ്പോൾ ഈ പ്രോപ്പർ നൗൺ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്രോപ്പർ നൗൺ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒന്നാമത്തെ ലെറ്റർ നിർബന്ധമായിട്ടും ക്യാപിറ്റലായിട്ട് എഴുതണം. ഓക്കെ. അപ്പോൾ നന്ദു, നമ്മളെ ഈ പ്രോപ്പർ നൗൺ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാണ് പറഞ്ഞത്? ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഈ മിനി സ്കൂളും മെജി സ്കൂളും ഒന്നും കൂടെ പറയോ? സ്കൂളല്ല, എൻ്റെ സ്പെല്ലിങ് ഞാൻ ടൈപ്പ് ചെയ്തിടാം കേട്ടാ. അതായത് മെജു സ്കൂൾ എന്താണ്? മെജു സ്കൂൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എന്നുള്ളതിന് ഭയങ്കര ഫോർമലായിട്ടുള്ള ഒരു വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രയോഗമാണ് മെജു സ്കൂൾ എന്നുള്ളത്. ഓക്കെ.
ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നതിൻ്റെ അർത്ഥം. മറ്റത് മിനിസ്കൂൾ അല്ലേ? മിനിസ്കൂൾ എന്ന് പറഞ്ഞാൽ അത് സ്മോൾ ലെറ്റേഴ്സാണ്, അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റേഴ്സാണ്. നിങ്ങൾക്ക് കൂടുതൽ നല്ലത് ഈ അപ്പർ കേസ് ലോവർ കേസ് എന്ന് പഠിക്കലാണ്. കാരണം വെച്ചാൽ അത് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പർ കേസ് ലോവർ കേസ് എന്നുള്ള പ്രയോഗം. ഓക്കെ, ഈ പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും പരീക്ഷയ്ക്ക് വരുമോ? ഈ ഒന്നാമത്തെ ലെസൺ എന്നല്ലേ? ഉറപ്പായിട്ടും. ഇതിൽ പരീക്ഷയ്ക്ക് സാധാരണ ഇപ്പോൾ വരുന്നത് എഡിറ്റിംഗ് എന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അറിയില്ലേ? എഡിറ്റിംഗ് ഉണ്ട് അല്ലേ? എഡിറ്റിങ്ങിൽ പലപ്പോഴും ഈ ഫേസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഉപയോഗിക്കാതെ തന്നിട്ട് അത് ഫേസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായി എഴുതണം എന്നുള്ള എഡിറ്റിംഗ് വരാറുണ്ട്. അതല്ലെങ്കിൽ ഈ പ്രോപ്പർ നൗൺസ് തന്നിട്ട് അവയുടെ പേര് ക്യാപിറ്റൽ എഴുതാതെ സ്മോൾ ലെറ്റർ എഴുതിയിട്ട് തരാറുണ്ട്. അപ്പോൾ അതിനെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ 3 കണ്ടീഷനിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കേണ്ടത് 3 സാഹചര്യങ്ങളിലാണ് പ്രധാനമായിട്ടും. അതിലൊന്ന് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലാണ്, ഒരു വാക്യം തുടങ്ങുമ്പോൾ ഒന്നാമത്തെ വാക്കിൻ്റെ ഒന്നാമത്തെ അക്ഷരം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഐ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ഐ, അതെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ ലിസ്റ്റിൽപ്പെടുന്ന ഏതിൻ്റെ പേര് വന്നാലും അല്ലേ, പ്രോപ്പർ നൗൺസ് ഏത് വന്നാലും അതിൻ്റെ ആദ്യത്തെ അക്ഷരം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഓക്കെ, പരീക്ഷയ്ക്ക് വരും. പ്രോപ്പർ നൗൺ എന്ന പേര് അതിൻ്റെ ഡെഫിനേഷൻ ഒക്കെ പഠിക്കണം? ഒരു നിർബന്ധമില്ല, ഉണ്ടാകും, അത് പഠിക്കണമെന്നേ ഇല്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത് ഇതിൻ്റെ ഡെഫിനിഷന് വലിയ കാര്യമില്ല, നിങ്ങൾ ആ കാര്യം ഉൾക്കൊണ്ടാൽ മതി. പ്രോപ്പർ നൗൺ എന്ന് പറയുന്ന ആശയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ പേർട്ടിക്കുലർ, യുനീക്ക് മുതലായ വാക്കുകൾ ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കേട്ട് അന്താളിക്കേണ്ടതൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഈ ലിസ്റ്റ് വായിച്ചപ്പോൾ ഏതൊക്കെയാണ് പ്രോപ്പർ നൗൺ നിങ്ങൾക്ക് മനസ്സിലായി. അത് എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ബൈ, സീ യു.